കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന് തിരിച്ചടി. സിൻഡിക്കേറ്റ് തീരുമാനത്തിന് പിന്നാലെ പ്രൊഫസർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെ ചുമതല ഏറ്റെടുത്തു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയിരുന്നു. എന്നാൽ താൻ യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധുത ഇല്ലെന്നാണ് താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസിന്റെ പ്രതികരണം. രാജ്ഭവനു വേണ്ടി കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ നടത്തിയ നീക്കത്തിനാണ് സിൻഡിക്കേറ്റിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കാൻ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചതിന് പിന്നാലെ പ്രൊഫസർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തു. രജിസ്ട്രാറെ തിരിച്ചെടുക്കാൻ സിൻഡിക്കേറ്റ് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് ചുമതല ഏറ്റെടുത്തത്. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിലാണ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി റദ്ദാക്കിയത്. വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് എതിരായി എടുത്ത നിയമവിരുദ്ധമായ നടപടി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം തിരുത്തി. വൈസ് ചാൻസലർക്ക് പ്രത്യേകം അധികാരം അനുവദിക്കുന്ന ആക്ടിലെ 1013 എന്ന് പറയുന്ന വകുപ്പ് എടുത്തുപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ നടപടി എടുത്തിരിക്കുന്നത്. ആ വകുപ്പ് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ആക്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും നിലയിലുള്ള ഒരു എക്സിജൻസി ഉണ്ടാവണം. ഇത് ഇവിടെ പാലിച്ചിട്ടില്ല. കാരണം ഒരു എക്സിജൻസി ഇല്ല. സംഭവം നടന്നത് ജൂൺ 25, നടപടിയെടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പ് ഉപയോഗിച്ചത് നിലനിൽക്കില്ല. രണ്ടാമത്, ഒരു ഉദ്യോഗസ്ഥനെതിരായി നടപടി സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കണ്ടേ? ആക്ടിൻ്റെ സെക്ഷൻ 2310 അതനുസരിച്ച് രജിസ്ട്രാറെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ സെക്ഷൻ 2310 കൂടി പാലിച്ചു വേണം ഇദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത്. അത് പാലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാരണം ഇതാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് നേരത്തെ VC പറഞ്ഞതുപോലെ ഒരു എൻക്വയറി ഓൾ കാര്യങ്ങൾ, അതായത് 25-ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വളരെ വിശാലാർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു എൻക്വയറി കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ച് ഈ തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തിങ്കളാഴ്ച അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താൻ യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധുതയില്ലെന്ന് VC സിസ തോമസ് പ്രതികരിച്ചു. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് VC ആണ്. ആ VC ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയുക, അവർ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശലം സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നു. സെനറ്റ് ഹാളിലെ RSS പരിപാടിയിൽ കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും നിബന്ധന ലംഘിച്ചതിനാൽ പരിപാടി റദ്ദാക്കിയതിനുമാണ് രജിസ്ട്രാർ പ്രൊഫസർ അനിൽകുമാറിനെ VC മോഹനൻ കുന്നുമ്മൽ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ രജിസ്ട്രാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.